ലോകത്തിന്റെ മുന്നിൽ അംഗീകരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമവാക്യങ്ങളിലൊന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സാമുവൽ ഹണ്ടിങ്ടന്റെ ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സമർത്ഥിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ്. ഒരു സംസ്കാരം ജഡത്വത്തിന്റെയും പിന്നോക്കത്തിന്റെയും മതമൗലികതയുടെയും എല്ലാം സംസ്കാരമാണെങ്കിൽ മറ്റൊരു സംസ്കാരം സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളുടെയും എല്ലാം സംസ്കാരമാണ്. ഈ സംസ്കാരങ്ങളുടെ സംഘട്ടനമാണ് രാഷ്ട്രങ്ങളുടെയല്ല, സാമ്പത്തികാവസ്ഥകളുടെയല്ല, ദർശനങ്ങളുടെയുമല്ല, മറിച്ച് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് ഇവിടെ നടക്കുന്നത്. അതിലൊന്നാമത്തെ സംസ്കാരം ജഡത്വത്തിന്റെയും പിന്നോക്കത്തിന്റെയും മതമൗലികതയുടെയും എല്ലാവിധ അന്ധകാരങ്ങളുടെയും സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് പൗരസ്ത്യ ലോകമാണ്. അതിന് ദാർശനികമായ അടിത്തറയുള്ളത് ഇസ്ലാമിനും ബൗദ്ധദർശനത്തിനുമാണ്. പ്രായോഗികമായി അത് നിലനിൽക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമാണ്. രണ്ടാമത്തേതാകട്ടെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളുടെയും എല്ലാമുള്ള സംസ്കാരം, ആധുനികതയുടെ സംസ്കാരം. അതിനെ പ്രതിനിധീകരിക്കുന്നത് പാശ്ചാത്യൻ ജനതയാണ്. അത് പാശ്ചാത്യൻ ജനാധിപത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ ആ പുസ്തകത്തെ വിശദീകരിക്കുകയല്ല, മറിച്ച് ഇസ്ലാം സമം ഭീകരവാദം എന്ന ഒരു സമവാക്യത്തിന് ആവശ്യമായ തെളിവുകൾ കണ്ടെത്തുവാൻ വേണ്ടി ലോകത്തിന്റെ മുന്നിൽ ബുദ്ധി നാട്യം നടത്തുന്ന ആളുകളെല്ലാം ഒരേപോലെ പരിശ്രമിക്കുന്ന സമയത്ത് എന്താണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ സമീപനവും കാഴ്ചപ്പാടുമെന്നും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചാരണം നടക്കുന്നത് എന്നും മനസ്സിലാക്കേണ്ട, ആ രൂപത്തിൽ കൃത്യമായി പ്രതിരോധിക്കേണ്ടവർ ആ പ്രതിരോധത്തിന്റെ രംഗത്ത് എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്ന് ഒരു സ്വയം വിമർശനം നടത്തുവാൻ കൂടി ഇത്തരം വേദികൾ ഉപയുക്തമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശനം എന്നുള്ള നിലക്ക് അതിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ് അർത്ഥം. ആ ഇസ്ലാം എന്ന പദം നിഷ്പന്നമായിട്ടുള്ളത് സിൽമ് എന്ന അറബി ധാതുവിൽ നിന്നാണ്. സിൽമ് എന്നാൽ സമാധാനം, ശാന്തി എന്നാണ് അർത്ഥം. സർവേശ്വരനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക വഴി ഇഹലോകത്ത് സമാധാനം, മരണാനന്തര ജീവിതത്തിൽ ശാശ്വത സമാധാനത്തിന്റെ ഭവനം. ഇതാണ് ഇസ്ലാം ലോക മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന സന്ദേശം. അവിടെ ഭീകരതക്ക് യാതൊരു സ്ഥാനവുമില്ല, അവിടെ ക്രൂരതക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇസ്ലാം അതിന്റെ അടിസ്ഥാന സങ്കല്പം സട്ടാവായ തമ്പുരാനിലുള്ള വിശ്വാസമാണല്ലോ. സട്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് കാരുണ്യമൂർത്തിയായിക്കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം തവണ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അർ-റഹ്മാൻ എന്ന നാമം വഴിയാണ്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യം മാത്രമേ അവനിൽ നിന്നുണ്ടാകുന്നുള്ളൂ. കാരുണ്യമല്ലാതെ യാതൊരു ക്രൂരതയും ഉണ്ടാകാത്ത രൂപത്തിലുള്ള അസ്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് അവൻ എന്നാണ് അർത്ഥം. കതബ റബ്ബഹു അലാ നഫ്സിഹി റഹ്മ. സട്ടാവായ തമ്പുരാൻ നിന്റെ നാഥൻ അവന്റെ അസ്തിത്വത്തിൽ തന്നെ റഹ്മത്ത്, കാരുണ്യത്തെ എഴുതി ചേർത്തിരിക്കുകയാണ്. റഹ്മത്തി വസിയത കുല്ല ശൈഇൻ. എന്റെ കാരുണ്യം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്. സട്ടാവായ തമ്പുരാൻ അവൻ സംഹാരമൂർത്തിയല്ല, അവൻ ഭീകരനല്ല, അവൻ സൃഷ്ടികളോട് കോപം വെച്ച് പുലർത്തുന്നവനല്ല, അവൻ സൃഷ്ടികളോട് വിരോധവും പ്രതികാരവും വെച്ച് പുലർത്തുന്നവനല്ല, മറിച്ച് കാരുണ്യമൂർത്തിയാണ് സട്ടാവായ തമ്പുരാൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇത് പറയാൻ കാരണം
ഏതൊരാദർശത്തിന്റെയും അടിസ്ഥാന ദർശനം ഏത് രൂപത്തിലാകുന്നുവോ അതിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രയോഗങ്ങളും കർമ്മങ്ങളും ജീവിത മാതൃകയുമല്ല. ഇസ്ലാം അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് സട്ടാവായ തമ്പുരാനെ കുറിച്ചുള്ള വിശ്വാസമാണ്. അവൻ കാരുണ്യമൂർത്തിയാണ്. ആ കാരുണ്യമൂർത്തിയായ തമ്പുരാൻ മനുഷ്യരിൽ ആരും പിഴച്ചു പോകരുത് എന്ന ലക്ഷ്യത്തോടുകൂടി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് മനുഷ്യരെ നന്മയുടെ മാർഗത്തിലൂടെ ചലിപ്പിക്കുവാൻ, മനുഷ്യരെ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തുവാൻ, എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് പഠിപ്പിക്കുവാൻ പ്രവാചകന്മാരെ ദൈവദൂതന്മാരെ പറഞ്ഞയച്ചു. നദീർ, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു പ്രവാചകന്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ. ആ പ്രവാചകന്മാരുടെ നിയോഗത്തിൽ സട്ടാവായ തമ്പുരാന്റെ കാരുണ്യമാണുള്ളത്. ആ പ്രവാചകന്മാരുടെ ശൃംഖലക്ക് 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാരുടെ ശൃംഖലക്ക് അവസാനം കുറിച്ചുകൊണ്ട് കടന്നു വന്ന നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ വചനത്തിലൂടെ പടച്ച തമ്പുരാൻ പറയുകയാണ്, താങ്കളെ നാം നിയോഗിച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ്. ലോകത്തിന് മുഴുവനും എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ, സകല വസ്തുക്കൾക്കും എന്തൊക്കെ സൃഷ്ടികളായിട്ടുണ്ടോ, അത് മലക്കുകളായിരുന്നാലും ജിന്നുകളായിരുന്നാലും ദൃഷ്ടിപ്രപഞ്ചമായിരുന്നാലും ദൃഷ്ടിയിലില്ലാത്ത പ്രപഞ്ചമായിരുന്നാലും എല്ലാം എല്ലാറ്റിനും കാരുണ്യമായി കൊണ്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശം, ആ ആദർശത്തിന് കാരുണ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുവാനുള്ളത്, സ്നേഹത്തെക്കുറിച്ചാണ് പറയാനുള്ളത്.